2024 ജൂൺ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി. ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ബി ഇന്ദിരയാണ്. ബി ഇന്ദിരയാണ് ഉത്തരം. കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് ലഭിച്ച കഥാകാരൻ. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് പുരസ്കാരം ലഭിച്ച കഥാകാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം എം മുകുന്ദനാണ്. എം മുകുന്ദൻ. അടുത്തത്, രാജ്യസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത്. ഐക്യരാഷ്ട്രയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത് മേജർ രാധിക സെൻ ആണ് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചത്. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കൈമിറയാണ്. കൈമിറയാണ്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നേർവഴി. നേർവഴിയാണ് ഉത്തരം. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. ഇനി കേരള നിയമസഭയുടെ സെക്രട്ടറി ആര് എന്നതാണ് ചോദ്യം. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായ നടി ആര് എന്നതാണ് ചോദ്യം. 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായ നടി ആര് എന്ന് ചോദിച്ചാൽ ഷീലയാണ് ഉത്തരം. 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായ നടി ഷീല. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുത്ത നാടകം. ഉത്തരം മണികർണികയാണ് ഉത്തരം. മണികർണിക. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ഉത്തരം. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത് എ പി രാമനുണ്ണി, അതുപോലെ വി ഷിനിലാൽ, ജിൻഷ ഗംഗ. കെ പി രാമനുണ്ണി, വി ഷിനിലാൽ, അതുപോലെ ജിൻഷ ഗംഗ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ഇനി പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരൻ ഹരോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് പ്രസ്തുത പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ ലഭിച്ചത് ആർക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജി പൗലോസാണ് ഉത്തരം. 1,00,000 രൂപയാണ് സമ്മാനത്തുക. കെ ജി പൗലോസാണ് ഉത്തരം. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് മുഹമ്മദ് മുഷ്താഖാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് മുഹമ്മദ് മുഷ്താഖ്. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ആണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന വേഗത്തിലും സുതാര്യമായി ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ഏത് എന്നാണ് ചോദ്യം.
ഉത്തരം സുരക്ഷാ സോഫ്റ്റ്വെയറാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യമായി ലഭ്യമാക്കുന്ന പദ്ധതി സുരക്ഷാ പദ്ധതിയാണ് സുരക്ഷാ സോഫ്റ്റ്വെയർ. ഭിന്നശേഷിക്കാരുടെ വിവര ശേഖരണത്തിന് സാമൂഹ്യ നീതി വകുപ്പ് തയ്യാറാക്കുന്ന പ്രചാരണ പദ്ധതി ഏത്? ഭിന്നശേഷിക്കാരുടെ വിവര ശേഖരണത്തിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രചാരണ പദ്ധതിയുടെ പേര് തന്മുദ്ര. ഉത്തരം തന്മുദ്രയാണ് ഉത്തരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തത് നിതിൻ ജന്ദാറിന്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തത് ജസ്റ്റിസ് ജിതിൻ ജന്ദാറിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇനി NC മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. ഇനി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മലയാള നടൻ മോഹൻലാൽ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മലയാള നടൻ മോഹൻലാൽ. 2024 ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് സലിംകുമാർ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര് എന്നാണ് ചോദ്യം. സോജൻ ജോസഫാണ് ഉത്തരം. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി നിയമിതനായത് ഗുർചരൺ സിംഗ്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി നിയമിതനായത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ആണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. അതിലാദ്യത്തെ ചോദ്യമാണ് ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി നിയമിതനായത് ഗുർചരൺ സിംഗ്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, കാൻ ചലച്ചിത്രമേളയിൽ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായൽ കപാഡിയാണ്. ഇനി കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്തയാണ്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്തയാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് അനസൂയ സെൻഗുപ്ത. ദ ഷെയിംലെസ് ആണ് ചിത്രം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. അതിനു മുമ്പ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ കൂടിയാണ് അദ്ദേഹം. ഇനി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. കാമ്യ കാർത്തികേയനാണ്. അടുത്ത കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ഉപേന്ദ്ര ദ്വിവേദി. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ. ഏതെന്നാണ് ചോദ്യം. രുദ്ര M11 ആണ്. വായുവിലേക്ക് തൊടുക്കാവുന്ന പുതിയ മിസൈൽ. ഐക്യരാഷ്ട്രസഭയിൽ യുഎൻഒയിൽ ഇന്ത്യയുടെ മുഖമായി മാറിയിരുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. രുചിര കാംബോജ് ആണ് ഉത്തരം. മികച്ച സംവിധാനത്തിനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ
ആർക്ക് പുരസ്കാരം ലഭിച്ചത്? മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം ലഭിച്ചത് ഷമീർ ഭരതന്നൂരിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സുനിത വില്യംസ് മൂന്നാമതും ബഹിരാകാശ യാത്ര നടത്തുകയുണ്ടായി. അവർ ഉപയോഗിച്ചിരുന്ന പേടകത്തിൻ്റെ പേര്, സുനിത വില്യംസ് ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിച്ച പേടകം ഏത്? സുനിത വില്യംസ് തൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിച്ച പേടകത്തിൻ്റെ പേര്. ഉത്തരം ബോയിങ് സ്റ്റാർലൈനറാണ് ഉത്തരം. ബോയിങ് സ്റ്റാർലൈനർ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. ഉത്തരം അഗ്നിബോൺ. ഉത്തരം അഗ്നിബോൺ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിജയകരമായി പരീക്ഷിച്ചത്. ഇനി ആണവായുധങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആണവായുധങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ാം സ്ഥാനം. ആണവായുധങ്ങളുടെ ശേഖരണത്തിന് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ാം സ്ഥാനം. 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭർതൃഹരി മേഹ്താബാണ്. 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഭർതൃഹരി മേഹ്താബ്. ഇനി ലോക്സഭ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. ബൽറാം താക്കൂറിന് ശേഷം തുടർച്ചയായി 2ാം വട്ടം സ്പീക്കറാകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ബൽറാം താക്കൂർക്ക് ശേഷം തുടർച്ചയായി 2ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തിയാണ് അദ്ദേഹം, ഓം ബിർള. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്, അരുണാചൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പ്രേമ ഖണ്ഡുവാണ്. അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രേമ ഖണ്ഡു. ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹേമന്ത് സോറൻ. ജാർഖണ്ഡ് പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹേമന്ത് സോറൻ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയതും ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയതും ഏറ്റവും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ആ ബോംബിൻ്റെ പേരാണ് സെബെക്സ് 2 ആണ് ആ ബോംബിൻ്റെ പേര്, സെബെക്സ് 2. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ഭ്രമണപഥം പൂർത്തിയാക്കിയ പേടകം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ആദിത്യ L1 എന്ന പേടകമാണ് L പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥം പൂർത്തിയാക്കിയത്. ആദിത്യ L1 എന്ന പേടകമാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ഭ്രമണം പൂർത്തിയാക്കിയ പേടകം. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും റെയിൽവേ ഒരുക്കിയ പദ്ധതി. റെയിൽവേ ഒരുക്കിയ പദ്ധതിയാണ് വാർ റൂം. റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തലൻ എന്ന പദവി സമ്മാനിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്തലൻ ബഹുമതിക്ക് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇനി ലോക കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായത്. ഉത്തരം പായൽ കമ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമേജ് ആസ് ലൈറ്റ് ആണ് ചിത്രം. ഇനി 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയ്റോസ് ആണ് കൃതി. ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എർപ്പൻ ബെക്കിൻ്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ മിഖായൽ ഹോഫ്മാനാണ് ഈ അവാർഡിന് അർഹനായത്. ഇനി പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ: 1 അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത്. കുവൈറ്റിൻ്റെ
പുതിയ കിരീടാവകാശിയുടെ പേര്. കുവൈറ്റിൻ്റെ പുതിയ ഈ കിരീടാവകാശിയുടെ പേര്. കുവൈറ്റിൻ്റെ പുതിയ കിരീടാവകാശിയുടെ പേരാണ് ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ്. ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹാണ് കുവൈറ്റിൻ്റെ പുതിയ കിരീടാവകാശിയായി ചുമതലയേറ്റത്. മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോമാണ്. 200 വർഷത്തിലേറെ ചരിത്രത്തിൽ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മെക്സിക്കോയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആദ്യ മരണം സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി ബാധിച്ച് ആദ്യം മരണം സ്ഥിരീകരിച്ച വകഭേദം ഏത് എന്നാണ് ചോദ്യം. മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ച വകഭേദമാണ് H5N2. H5N2 ആണ്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റ്. ഇനി ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്, അദ്ദേഹം 2018 ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത്, സിറിൽ റാമഫോസയാണ്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പെഗ്നലയിൽ ആരംഭിക്കുകയുണ്ടായി. അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് ഗവർണറായി ചുമതലയേറ്റത്. ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായത്. ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതാ ധനമന്ത്രിയായി ചുമതലയേറ്റത് റേച്ചൽ റീവ്സ് ആണ് ഉത്തരം. റേച്ചൽ റീവ്സ്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 2024 പുരുഷ IPL കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം സ്വന്തമാക്കിയത്. 2024 പുരുഷ IPL കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, തോൽപ്പിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ചൂടിയത് മാഞ്ചസ്റ്റർ സിറ്റി. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലി. ഇന്ത്യൻ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും ആയിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം സുനിൽ ഛേത്രിയാണ്. അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. ഇനി തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സാത്വിക് സായിരാജ്, റിങ്കി റെഡ്ഡി, അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി സഖ്യത്തിനാണ് തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറിയിൽ 400 മീറ്റർ ഇനത്തിൽ സ്വർണം നേടിയത് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരിയാണ് ദീപ്തി ജീവൻജിയാണ് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കാറ്റഗറി 800 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. വനിതാ സിംഗിൾസിൽ 492 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV സിന്ധുവാണ്. ഇന്ത്യയുടെ വനിതാ ബാഡ്മിൻ്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധുവാണ് വനിതാ സിംഗിൾസിൽ
452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസാണ് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ ഡബിൾസിൽ കിരീടം നേടിയത് US കൊക്കോ ഗാഫ് കാതറിന സിനിയാകോവ സഖ്യത്തിന്. US കൊക്കോ ഗാഫ് കാതറിന സിനിയാകോവ സഖ്യം. 2020 ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് നേടിയത്. 2020 ക്രിക്കറ്റിൽ ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണ്. ഇനി 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് സഹിൽ ചൗഹാൻ, എസ്റ്റോണിയൻ താരമായിട്ടുള്ള സഹിൽ ചൗഹാനാണ്. 27 പന്തിലാണ് അദ്ദേഹം സെഞ്ചുറി തികച്ചത്. ട്രെൻറ്റ് ബോൾട്ട് ക്രിക്കറ്റ് താരം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രെൻറ്റ് ബോൾട്ട് ക്രിക്കറ്റ് താരം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ന്യൂസിലാൻഡ് താരമാണ് ട്രെൻറ്റ് ബോൾട്ട്. അദ്ദേഹം അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. ഇനി 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റുകൾ നേടിയ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടി ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഫെർഗൂസൺ ആണ്. ന്യൂസിലാൻഡിൻ്റെ കളിക്കാരനാണ് ഫെർഗൂസൺ. ന്യൂസിലാൻഡ് താരമാണ് ഫെർഗൂസൺ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ ദിവ്യ ദേശ്മുഖാണ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. ഫിൻലാൻഡിൽ നടന്ന പാവനൂർമി ഗെയിംസിൽ ജാവലിംഗ് ത്രോയിൽ ഇന്ത്യയുടെ വേണ്ടി സ്വർണം നേടിയത്. ജാവലിംഗ് ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ് ഉത്തരം. ഇനി 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. 7 റൺസിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ചൂടിയത്. ഇന്ത്യയുടെ രണ്ടാമത്തെ 2020 ലോകകപ്പ് കിരീടമാണിത്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ഗൗതം ഗംഭീർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ഗൗതം ഗംഭീർ. പ്രധാന മരണങ്ങളാണ് പറയുന്നത്. ഇബ്രാഹിം റൈസി ആണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇറാൻ പ്രസിഡൻ്റായിരുന്നു ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡൻ്റായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഈ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് രഘുനന്ദൻ ശ്രീനിവാസ് അന്തരിക്കുകയുണ്ടായി. രഘുനന്ദൻ ശ്രീനിവാസാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പണ്ഡിറ്റ് താരാനാഥ് ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ വിഖ്യാത സരോജ് വാദകനാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ഇനി അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് ബന്ധപ്പെട്ട മേഖല. അദ്ദേഹം രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയിട്ടുള്ളയാളാണ് അസീർ ജവഹർ തോമസ് ജോൺ സിംഗ്. ഇനി തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലി അടുത്ത കാലത്ത് വിമാനാപകടത്തിൽ മരിക്കുകയുണ്ടായി. ഇനി ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ.
ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിക്കുകയുണ്ടായി. വില്യം ആൻഡേഴ്സ്. ഇനി തമ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ശ്രീധരൻ ചമ്പാട്ടാണ്. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ശ്രീധരൻ ചമ്പാട്ടാണ് തമ്പിൻ്റെ കലാകാരൻ എന്നറിയപ്പെടുന്നത്. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പി തങ്കപ്പൻ നായരാണ്. അന്തരിക്കുകയുണ്ടായി. പി തങ്കപ്പൻ നായരാണ് കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. ഇനി ഡൊണാൾഡ് സദർലാൻഡ് ബന്ധപ്പെട്ട മേഖല വിഖ്യാത കനേഡിയൻ നടനാണ് ഡൊണാൾഡ് സദർലാൻഡ്. ഇനി ഓസ്കാർ ജേതാവായ തിരക്കഥാകൃത്താണ് റോബർട്ട് ടൗൺ. അദ്ദേഹം അന്തരിക്കുന്നത്. റോബർട്ട് ടൗൺ ആണ് ഉത്തരം. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ഇനി മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസമീസ് കവിയാണ് ബിബുൽ റെയ്ഗൺ ആണ്. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ഓസ്കാർ ജേതാവും ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവുമായിരുന്നത് ജോൺ ലാൻഡോ ആണ് ഉത്തരം. ജോൺ ലാൻഡോ. ഇത്രയുമാണ് ജൂൺ ജൂലൈ മാസത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ്. മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്ത് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. MP സ്നേഹലതയാണ് ഉത്തരം. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ചുമതലയേറ്റത് MP സ്നേഹലത. ഇനി അടുത്ത ചോദ്യം, 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയത്? 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കേരളത്തിലെ ഏതു ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? ചോദ്യം ഒരിക്കൽ കൂടി, 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്ക് കുറവുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെടുത്ത ജില്ല, കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം, കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചതാർക്ക്? സുകുമാർ അഴീക്കോടിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് തത്വമസി പുരസ്കാരം. തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഉത്തരം സജിത അനിലാണ് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരത്തിന് അർഹയായത്. അടുത്തത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച സിനിമ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടമാണ്. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത് ആട്ടം എന്ന ചിത്രത്തിലാണ്. സംവിധാനം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന ചിത്രത്തിലാണ് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഫിലിം ക്രിട്ടിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട മറ്റ് പുരസ്കാരങ്ങളാണ്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്, സിനിമ ആട്ടം ആണ്. അതുപോലെ മികച്ച നടൻ ബിജു മേനനാണ്, സിനിമ ഗരുഡനാണ്. അതുപോലെ തന്നെ 2 പേരുണ്ട് മികച്ച നടനായി തിരഞ്ഞെടുക്കട്ടെ, ബിജു മേനനും വിജയരാഘവനാണ്. വിജയരാഘവൻ സിനിമ പൂക്കാലം എന്ന സിനിമയാണ്. അതുപോലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവതയാണ്, സിനിമ ജവാനും മുല്ലപ്പൂവും. സറിൻ ശിഹാബ്, സിനിമ ആട്ടം. 2 പേരാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശിവതയും സറിൻ ശിഹാബുമാണ്. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ്. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള ശ്രീനിവാസനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നസീഫ് മുത്താലി, സിനിമ ചാമ. മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നസീഫ് മുത്താലി, സിനിമ ചാമ. അതുപോലെ തന്നെ ആവണി ആവുസാണ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു നടൻ, സിനിമ കുറിഞ്ഞിയാണ്. ഇനി ഗാനരചയിതാവ് K ജയകുമാറാണ്. സംഗീത സംവിധാനം അജയ് ജോസഫ്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, പിന്നണി ഗായിക മൃദുല വാര്യർ. ഇതാണ് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ. ഇനി അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം,
ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളി ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളി ആര് എന്നതാണ് ചോദ്യം. അത് ഉത്തരം സഞ്ജു സാംസൺ ആണ്. ഇത്തവണത്തെ ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം നേടിയത്. സുനിൽ വത്സനാണ് 1983 ലോകകപ്പിൽ ആദ്യമായി ഇടം നേടിയ ആദ്യ മലയാളി. എസ് ശ്രീശാന്ത് 2007 2020 വേൾഡ് കപ്പിൽ അംഗമായിരുന്നു. 2011 ഏകദിന ലോകകപ്പിലും ശ്രീശാന്ത് ടീമിൽ അംഗമായിരുന്നു. എന്നിവരാണ് മറ്റ് 2 താരങ്ങൾ. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സംവിധായകനും ഗാനരചയിതാവും മുഖ്യമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിക്കാണ് അവാർഡ് ലഭിച്ചത്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി രാമനുണ്ണിയാണ്. ഉത്തരം കെ പി രാമനുണ്ണിയാണ് എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത്. എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ പി രാമനുണ്ണി. അദ്ദേഹത്തിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിക്കേണ്ടായ ഹൈന്ദവം എന്ന കൃതി. ഇനി അടുത്തത് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി ആര് എന്നതാണ് ചോദ്യം. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയാണ് ആർ രാമചന്ദ്രൻ നായർ. ആർ രാമചന്ദ്രൻ നായരാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി. ആർ രാമചന്ദ്രൻ നായർ. 1,11,111 സമ്മാന തുക. ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളി ആര് എന്നതാണ് ചോദ്യം. ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളി ആര് എന്ന് ചോദിച്ച ഉത്തരം MS സാന്ദ്രയാണ്. ഉത്തരം MS സാന്ദ്രയാണ് ഉത്തരം. MS സാന്ദ്രയാണ് ഉത്തരം. ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളിയാണ് MS സാന്ദ്ര. ഇനി അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏത് എന്നാണ് ചോദ്യം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ആദ്യ ജില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലയാണ് ഉത്തരം പാലക്കാട് ജില്ലയാണ്. 40 മുകളിലൊക്കെ ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെ 41 ഡിഗ്രി വരെ ചൂടൊക്കെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്. കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ഇനി അടുത്തത് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് എന്നാണ് ചോദ്യം. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയാണ്. ഉത്തരം പ്രഭാവർമ്മയാണ് ഉത്തരം. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായ IPS ഓഫീസർ ആര് എന്നതാണ് ചോദ്യം. തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം P. വിജയൻ IPS ആണ്. P. വിജയൻ IPS ആണ് തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത്. ഇനി അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ആദ്യ ചോദ്യം, നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിതനായത്. AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിതയായത് ആര് എന്നാണ് ചോദ്യം.
ഉത്തരം പ്രഗ്യ മിശ്ര. പ്രഗ്യ മിശ്രയാണ് ആദ്യ ജീവനക്കാരിയായി നിയമിതയായത്. അതായത് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിതയായത് പ്രഗ്യ മിശ്ര. നാവികസേനാ മേധാവിയായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവിയായി നിയമിതനായത്. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി ചുമതലയായത്. എയർ ഇന്ത്യയുടെ സേവനം അവസാനിപ്പിച്ച വിമാന കമ്പനി ഏത് എന്നാണ് ചോദിച്ചത്. അടുത്ത കാലത്ത് അവസാനിപ്പിക്കേണ്ടായിരുന്ന ജനപ്രിയ വിമാന സർവീസ് ഏത് എന്ന് ചോദിച്ചാൽ ബോയിങ് 747. അടുത്ത കാലത്ത് ബോയിങ് 747. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത് എന്നതാണ് ചോദ്യം. 30 വർഷങ്ങൾക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് 30 വർഷങ്ങൾക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ. അതിൽ ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ കൂടി അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതാണ്. ഇനി ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആര് എന്നാണ് ചോദ്യം. അത് ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരമാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഉത്തരം നിഖിൽ കാമത്താണ്. ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഖിൽ കാമത്താണ്. ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് നിഖിൽ കാമത്ത്. ഇനി അടുത്ത ചോദ്യം, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 17കാരനായിട്ടുള്ള ഡി ഗുകേഷ് ആണ് ഉത്തരം. അതായത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഡി ഗുകേഷ്. ഇനി ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആസ്പത്രി ഏത് എന്ന് ചോദിച്ചതിന് ഉത്തരം SAT ആശുപത്രിയാണ്. ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആശുപത്രി ഏതെന്ന് ചോദിച്ചതിന് ഉത്തരം SAT ആശുപത്രിയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏത് എന്ന് ചോദിച്ചു. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കപ്പെടുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കാംഗസന്തുറേ തുറമുഖമാണ് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമാണ് ഈ വർഷത്തെ വേൾഡ് ഫോട്ടോ പ്രൈസ് അവാർഡ് ലഭിച്ചത് മുഹമ്മദ് സലീമാണ്. അതായത് 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫറാണ് മുഹമ്മദ് സലീം. ഇനി അടുത്തത്, സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം കൈവരിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതെന്നാണ് ചോദ്യം. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഖത്തറിലെ ഹമദ് വിമാനത്താവളമാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ടൈം വാരിക പുറത്തിറക്കിയ
2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയത് ആരെല്ലാം എന്നതാണ് ചോദ്യം. ടൈം വാരിക പുറത്തിറക്കി 2024 ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ലോകബാങ്ക് അധ്യക്ഷനായുള്ള അജയ് ബംഗയാണ് ഒരാൾ. രണ്ടാമത്തേത് ബോളിവുഡ് നടിയായ ആലിയ ഭട്ടാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ഗുസ്തി താരം സാക്ഷി മാലിക്. നാലാമത്തെ മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല എന്നീ ഭാരതീയരാണ് ഇടം പിടിച്ചത്. ടൈം വാരികയെ ഇറക്കിയ 2024 ലോകത്തെ സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അജയ് ബംഗ, ലോകബാങ്ക് അധ്യക്ഷൻ, അതുപോലെ തന്നെ ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നാമല്ല എന്നീ ഭാരതീയരാണ് ഇടം പിടിച്ചത്. ഇനി ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത് ലിൻഡി ക്യാമറൂൺ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റത് ലിൻഡി ക്യാമറൂൺ. ഇനി ഗാസയിലെ യുദ്ധത്തിലെ തീഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്ക് നൽകുന്ന പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ന്യൂയോർക്ക് ടൈംസും 2 റോയിറ്റേഴ്സ്. ഈ 2 മാധ്യമങ്ങൾക്കാണ് ഗാസയിലെ യുദ്ധത്തിൻ്റെ തീഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹമായി. ഇനി 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാൻബർഗിനെയാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ നഗരത്തെ തിരഞ്ഞെടുത്തു. അത് യുനെസ്കോ തിരഞ്ഞെടുത്തു. അത് സ്ട്രാൻബർഗ് ആണ്, ഫ്രാൻസിലാണ് സ്ട്രാൻബർഗ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതായത് IPL ക്രിക്കറ്റിൽ 100 ക്യാച്ച്, അതുപോലെ 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 1000 റൺസ്, അതുപോലെ 100 വിക്കറ്റ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ. അടുത്തതായിട്ട് സ്പോർട്സ് ഈ വർഷത്തെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, അതുപോലെ തന്നെ ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്കാണ് ഈ വർഷത്തെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത്. ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത് ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, അതുപോലെ തന്നെ ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കും ആണ് ഈ വർഷത്തെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ. ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം നൊവാക് ജോക്കോവിച്ച്. ലോക ടെന്നീസിൽ 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച് ആണ് ഉത്തരം. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റിയാണ്. ഫൈനലിൽ മോഹൻ ബഗാനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് ISL ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റി. അവർ ഫൈനൽ തോൽപ്പിച്ചത് മോഹൻ ബഗാനെയാണ്. അതായത് റണ്ണറപ്പ് മോഹൻ ബഗാൻ ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം സ്പോർട്സുമായി ബന്ധപ്പെട്ട് ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആര് എന്നതാണ് ചോദ്യം. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നീരജ് ചോപ്രയാണ്. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം. സ്പോർട്സുമായി ബന്ധപ്പെട്ടത് അടുത്ത ചോദ്യം, 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ഉത്തരം. അതുപോലെ തന്നെ ആസാമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടക്കുക. മത്സരം
മത്സരങ്ങൾ നടക്കുക. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ത്യ. അടുത്തത് പ്രധാന മരണങ്ങൾ, നിര്യാണങ്ങളാണ്. അതിൽ കനകലത ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ സിനിമ സീരിയൽ രംഗത്ത് നടിയായിരുന്നു കനകലത. അവർ 63ാമത്തെ വയസ്സിൽ അന്തരിക്കുകയുണ്ടായി. ഇനി ഹരികുമാർ ബന്ധപ്പെട്ട മേഖല ഏത് എന്നാണ് ചോദ്യം. ഹരികുമാർ അടുത്ത കാലത്ത് അന്തരിക്കേണ്ട. അദ്ദേഹം സിനിമയെ ബന്ധപ്പെട്ട ആളാണ്. സുഹൃതമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സംഗീത് ശിവൻ ബന്ധപ്പെട്ട മേഖല ഏത് എന്നാണ് ചോദ്യം. പ്രശസ്ത സംവിധായകനാണ്, ഛായാഗ്രാഹകനാണ്. 1982 പുറത്തിറങ്ങിയ യോദ്ധയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രം. ഇനി അടുത്ത് ബെർണാഡ് ഹിൽ ബന്ധപ്പെട്ട മേഖല ഏത് എന്ന് ചോദിച്ചാൽ ബെർണാഡ് ഹിൽ ബന്ധപ്പെട്ട മേഖല അദ്ദേഹം ഹോളിവുഡ് നടനാണ്. ടൈറ്റാനിക്, അതുപോലെ ലോർഡ് ഓഫ് ദ റിങ്സ് എന്നീ ചിത്രങ്ങളുടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ബെർണാഡ് ഹിൽ. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ഇനി അടുത്തത് KG ജയൻ. കേരളവുമായി ബന്ധപ്പെട്ട ഒരു നിര്യാണമാണത്. KG ജയൻ ബന്ധപ്പെട്ട മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ജയവിജയന്മാരിൽ ഒരാളാണ്. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള ആളാണ് KG ജയൻ. ലോകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നത് ആര് എന്നതാണ് ചോദ്യം. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന ആൾ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ബെൻഡ് ഹോൾസൺ ബെയ്നാണ് അന്തരിക്കുകയുണ്ടായി. ബെൻഡ് ഹോൾസൺ ബെയ്ൻ ആണ്. അദ്ദേഹം ബന്ധപ്പെട്ട മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളാണ്. സുധീർ കക്കാർ, കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യം. സുധീർ കക്കാർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്ര വിദഗ്ധൻ, എഴുത്തുകാരൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല. അദ്ദേഹവും അന്തരിക്കുകയുണ്ടായി. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്നു സുധീർ കക്കാർ. ഇത്രയുമാണ് മെയ് മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ്. 2024 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം ലഭിച്ച കവി. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഉത്തരം പ്രഭാവർമ്മയാണ്. ഉത്തരം പ്രഭാവർമ്മ. അദ്ദേഹത്തിന് രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം സക്കറിയാണ്. സക്കറിക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സക്കറി. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നതാണ് ചോദ്യം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം M മുകുന്ദനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇയ്യങ്കോട് ശ്രീധരനാണ്. PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇയ്യങ്കോട് ശ്രീധരൻ. 2024 പാചക ഒളിമ്പിക്സിൽ സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി. 2024 പാചക ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഷെഫ് ശ്രേയ അനീഷ്. ഷെഫ് ശ്രേയ അനീഷാണ് ഉത്തരം. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമാണ് പാചക ഒളിമ്പിക്സ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചകകലാ മത്സരമാണ് പാചക ഒളിമ്പിക്സ്. അത് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ
മലയാളി ഷെഫാണ് ശ്രേയ അനീഷ്. ഇനി അടുത്ത ചോദ്യം, മലയാളത്തിലാദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത്. മലയാളത്തിലാദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഉത്തരം. മലയാളത്തിലാദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റിക് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. ഉത്തരം PR ശ്രീജേഷാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം കൂടി PR ശ്രീജേഷ് മുമ്പ് നേടുകയുണ്ടായി. 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ച ആകാശവാണി നിലയം ഏത് എന്നാണ് ചോദ്യം. 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ച ആകാശവാണി നിലയമാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. അത് 75ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. 75ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി നിലയമാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. അടുത്ത ചോദ്യം, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല. അർഹരായ മുഴുവൻ വോട്ടർമാരെയും വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല. ഉത്തരം കണ്ണൂരാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. അടുത്ത ചോദ്യം, പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചതാർക്ക്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം KR മീരയാണ്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയാണ് ഈ അവാർഡ് നൽകുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, അതായത് നഫിസ്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റമാണ് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം നാട് വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. അടുത്ത ചോദ്യം, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. ഉത്തരം നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. ദേശീയ അന്വേഷണ ഏജൻസി, അതായത് NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവനായിട്ടുള്ള സദാനന്ദ് വസന്ത് ആണ് ഉത്തരം. സദാനന്ദ് വസന്ത് ആണ് NIA പുതിയ ഡയറക്ടർ. NIA തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് സുരേഷ് രാജ് പുരോഹിതാണ്. ഇനി ഒളിമ്പിക്സ് ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിത അവർ പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായിട്ടാണ് ജമ്മു കാശ്മീർ സ്വദേശിനിയായിട്ടുള്ള ബിൽക്കീസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ. അടുത്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ ഷെയ്ഫാലി ബി ശരനാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നവിടെ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ സ്ഥാപിതമായി. ഇനി അടുത്ത കാലത്ത് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽസ്. ആണവവാഹക പുതിയ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് അഗ്നി പ്രൈം. ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇനി അടുത്ത ചോദ്യം,
മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവൻ ദേവുലരി ആണ് ഉത്തരം. ഇന്ത്യൻ വംശജനായ പവൻ ദേവുലരി. ഇനി ലോകവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ അറിയപ്പെടുന്നത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ. ഇനി ലോകവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി. ഉത്തരം ക്രിസ് ബ്രൗൺ ആണ്. പോയിന്റ് നീമോയിലെത്തുന്ന ആദ്യ സഞ്ചാരിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. ഇനി അടുത്ത ചോദ്യം. ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനം നേടിയത്. ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഫിൻലൻഡാണ്. ഇതിൽ ഇന്ത്യയുടെ 143 രാജ്യങ്ങളുടെ പട്ടിക ഇന്ത്യയുടെ സ്ഥാനം 126. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം, അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമായി അറിയപ്പെടുന്നത് ദക്ഷിണ സുഡാനാണ്. ദക്ഷിണ സുഡാനാണ് ഉത്തരം. ലോകത്തെ അതിദരിദ്ര രാജ്യമായി അറിയപ്പെടുന്നത് ദക്ഷിണ സുഡാൻ. ഇനി അടുത്ത ചോദ്യം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ലോകവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ജുഡിത്ത് സുമൻവ ടുലുക. ജുഡിത്ത് സുമിൻവ ടുലുക. ഇനി 32 അംഗരാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോ 75ാം വാർഷികം ആഘോഷിച്ചത് എവിടെ വെച്ച് എന്നാണ് ചോദ്യം. 32 രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോ തൻ്റെ 75ാം വാർഷികം ആഘോഷിച്ചത് ബ്രസൽസിൽ വെച്ചാണ് ആഘോഷിച്ചത്. ബ്രസൽസ് ആണ് ഉത്തരം. ബ്രസൽസ്. ഇനി 2024 ഫോബ് മാസികയുടെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനായ ബെർണാഡ് അർണാട്ടാണ് 1ാം സ്ഥാനത്ത്. ബെർണാഡ് അർണാട്ടാണ് 1ാം സ്ഥാനത്ത്. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ബെർണാഡ് അർണാട്ട്. ബെർണാഡ് അർണാട്ടാണ് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. അദ്ദേഹം ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ്. ലൂയി. ഇനി ഇലോൺ മസ്ക് 2ാം സ്ഥാനത്തും ജെഫ് ബെസോസ് 3ാം സ്ഥാനത്തുമാണ്. ഇലോൺ മസ്ക് 2ാം സ്ഥാനത്തും ജെഫ് ബെസോസ് 3ാം സ്ഥാനത്തുമാണ് ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയവർ. 2024 ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിത ശാസ്ത്രജ്ഞൻ. 2024 ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിത ശാസ്ത്രജ്ഞനാണ് മൈക്കൽ തലാഗ്രാൻഡ്. മൈക്കൽ തലാഗ്രാൻഡ് ആണ് ആബേൽ പുരസ്കാരം ലഭിച്ച ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേര്. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ദോസ്തി 16. ദോസ്തി 16. ദോസ്തി 16 ആണ് മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം നേടിയത്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2ാം സീസൺ കിരീടം സ്വന്തമാക്കിയത്. ഉത്തരം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ് ഉത്തരം. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് തോൽപ്പിച്ചത്. മുംബൈ ഇന്ത്യൻസാണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ആദ്യ കിരീടം നേടിയത്. മുംബൈ ഇന്ത്യൻസ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടത്തിൽ 2ാം സീസൺ കിരീടം നേടിയത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ്. തോൽപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. ആദ്യമായി കിരീടം നേടിയ ആളാണ് മുംബൈ ഇന്ത്യൻസ്. ഇനി അടുത്തത് 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന്
വേദിയാകുന്ന രാജ്യം? 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത് ശ്രീലങ്ക. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം വിജയ് ഛേത്രിയാണ്. വിജയ് ഛേത്രിയാണ്. ഉറുഗ്വേയിലെ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഉറുഗ്വേയിലെ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടിയാണ് വിജയ് ഛേത്രി കളിക്കുന്നത്. ഇനി അവസാന ഭാഗത്ത് പ്രധാന നിര്യാണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ്. അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് ബന്ധപ്പെട്ട മേഖലയിൽ ചോദിച്ചാൽ നാവികസേനയുടെ മുൻ മേധാവിയാണ്, പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. നാവികസേന മുൻ മേധാവി, അതുപോലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ്. അടുത്ത കാലത്ത് അന്തരിക്കേണ്ടത്. ഇനി എൻ രാധാകൃഷ്ണൻ നായർ ബന്ധപ്പെട്ട മേഖല. എൻ രാധാകൃഷ്ണൻ നായർ ബന്ധപ്പെട്ട മേഖല അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി, വാഗ്മിയും എഴുത്തുകാരനുമാണ്. ടി എൻ പ്രകാശ്. ഇനി അടുത്തത് ടി എൻ പ്രകാശാണ്. ടി എൻ പ്രകാശ് കഥാകൃത്ത്, നോവലിസ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണ് ടി എൻ പ്രകാശ്. കഥാകൃത്ത്, നോവലിസ്റ്റ്, അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണ് ടി എൻ പ്രകാശ് എന്നത് മറക്കാതെ. രവീന്ദ്രൻ ബന്ധപ്പെട്ട മേഖലയാണ് ചോദിക്കുന്നത്. കലാമണ്ഡലം രവീന്ദ്രൻ. കലാമണ്ഡലം രവീന്ദ്രൻ ബന്ധപ്പെട്ട മേഖല കൂടിയാട്ടം കലാകാരനാണ് കലാമണ്ഡലം രവീന്ദ്രൻ. കൂടിയാട്ടം കലാകാരനാണ് കലാമണ്ഡലം രവീന്ദ്രൻ. പീറ്റർ ഹിഗ്സ് ബന്ധപ്പെട്ട മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവാണ്. അതുപോലെ ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ദൈവഗണത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് പീറ്റർ ഹിഗ്സ്. 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവും അതുപോലെ ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് പീറ്റർ ഹിഗ്സ്. ഇത്രയുമാണ് പ്രധാന കറണ്ട് അഫയേഴ്സ്, ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ്. മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ആദ്യത്തെ ചോദ്യം, മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയ ജില്ലാ പഞ്ചായത്ത് ഏത് എന്നതാണ് ചോദ്യം. 2022-23 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ജില്ലാ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം തിരുവനന്തപുരമാണ്. കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. ഇനി 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനും സംവിധായകനും ആര് എന്നതാണ് ചോദ്യം. ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച സംവിധായകൻ അല്ലെങ്കിൽ ഛായാഗ്രാഹകൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം സന്തോഷ് ശിവനാണ്. ഉത്തരം സന്തോഷ് ശിവൻ. ഇനി കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് ആര് എന്നതാണ് ചോദ്യം. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഇർഷാദ് മട്ടു. ജമ്മു കാശ്മീർ സ്വദേശിയാണ് ഇർഷാദ് മട്ടു. കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായത് ആര്? കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായത് ആര്? കേരള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. മുൻ നിയമ സെക്രട്ടറി ആയിരുന്ന വി ഹരി നായർ ആണ്. മുൻ നിയമ സെക്രട്ടറി കൂടിയായിരുന്ന വി ഹരി നായർ. ഇനി വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിൻ്റെ പേര്. പുതിയ ഇനം ഫംഗസ് അറിയപ്പെടുന്ന പേര് ഗോംബസ് സാമൂരി നോറം ആണ് ആ ഫംഗസിൻ്റെ പേര്. ഗോമസ് സാമൂരി നോറം. ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷത്തെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഈ വർഷത്തെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം എം മുകുന്ദനാണ്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത്. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ഉത്തരം ജോർട്ടി എം ചാക്കോ. ഇനി മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയുടെ
ആത്മകഥ അറിയപ്പെടുന്നത്? മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥ. വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് ഉത്തരം അതിജീവനം. ഉത്തരം അതിജീവനം. വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേര് അതിജീവനം. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ നോവലിന്റെ പേര്? മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്നതാണ് മലയാറ്റൂർ പുരസ്കാരം. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിന്റെ കൃതിയുടെ പേര്? ഉത്തരം എസ്തേറാണ്. എസ്തേറാണ് ഉത്തരം. ഇനി മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. മലയാറ്റൂർ പോലീസിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം രജനി സുരേഷാണ്. രജനി സുരേഷ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പുരസ്കാരം നേടിയത് രജനി സുരേഷ്. അവരുടെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിയാണ് ഈ പ്രൈസിന് അർഹമായത്. അർഹമായ കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി. വള്ളുവനാടൻ വിഷുക്കുടുക്കയാണ് കൃതി. ഇനി അടുത്തത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏത് എന്നതാണ് ചോദ്യം. വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഉത്തരം കൊച്ചിയാണ്. ദക്ഷിണേന്ത്യയിലെ വയോജന സൗഹൃദമായ ആദ്യ നഗരമായി പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി. ഇനി ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല? ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണ സംഘത്തിൽ അംഗമാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവകലാശാല? ഇന്ത്യയുടെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല? ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല? ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല? ഇന്ത്യയിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലാ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വയനാടാണ് ഉത്തരം. ഇന്ത്യയിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലാ പഞ്ചായത്ത് വയനാട് ജില്ലാ പഞ്ചായത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2024. ഉത്തരം പി കെ രാധാമണിയാണ് ഉത്തരം. പി കെ രാധാമണിയാണ് ഉത്തരം. അവരുടെ അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത്. അമൃതാപ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്കാണ് പി കെ രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം എസ് രാജീവ്. എസ് രാജീവാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഇനി വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹമായത് ആരെല്ലാം എന്നതാണ് ചോദ്യം. ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായത് ആരെല്ലാം എന്നാണ് ചോദ്യം. കുറച്ച് പേരുകളുണ്ട്. ഒന്ന് ട്രീസ ജോളി, അതുപോലെ തന്നെ ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ വിജി പെൺകുട്ട് എന്നിവരാണ് ഈ അവാർഡിന് അർഹരായത്. ഒന്നും കൂടെ പറയാം. ട്രീസ ജോളി, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ വിജി പെൺകുട്ട് ഇത്രയും പേരാണ് വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായത്. ഇന്ത്യയിലെ ആദ്യ AI എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്? ഇന്ത്യയിൽ ആദ്യമായി AI എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എവിടെ? മലപ്പുറം ജില്ലയിലാണ്. ഉത്തരം മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധിഷ്ഠിത OTT പ്ലാറ്റ്ഫോം സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധിഷ്ഠിത OTT പ്ലാറ്റ്ഫോം സ്ഥാപിതമായത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധിഷ്ഠിത OTT പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് കേരളത്തിൽ. സി സ്പേസ് എന്നാണ് അതറിയപ്പെടുന്നത്. OTT പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത് സി സ്പേസ് എന്നാണ് ആ OTT പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറിനും അതുപോലെ പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യക്കുമാണ് ഈ പുരസ്കാരം ലഭിച്ചത്. തോന്നത്തെ 2023 ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്നാമത്തേത് ഗുൽസാർ, രണ്ടാമത് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള
രാം ഭദ്രാചാര്യ, സംസ്കൃത പണ്ഡിതനായിട്ടുള്ള രാം ഭദ്രാചാര്യയും ഗുൽസാറിനുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് 21 ലക്ഷം രൂപയും അതുപോലെ തന്നെ വാഗ്ദേവി ശില്പം അടങ്ങുന്നതാണ് പുരസ്കാരം. 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പം അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇനി അടുത്ത ചോദ്യം, ഇൻസാറ്റ് 3DS എന്നത് ഏത് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻസാറ്റ് 3DS എന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്നാണ് ഉത്തരം. ഇൻസാറ്റ് 3DS എന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയ പുതിയ ഉപഗ്രഹമാണ്. അടുത്ത കാലത്ത് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏത് എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏത് എന്നതാണ് ചോദ്യം. ജമ്മു ഉധംപൂർ ബാരാമുള്ള പാതയിലുള്ള 12.77 കിലോമീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഇന്ത്യൻ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയുടെ പേര്. ഉത്തരം ജസീന്ത കല്യാൺ. ഉത്തരം ജസീന്ത കല്യാണാണ്. ഈ കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ബിപിൻ ചന്ദ്ര അൻസാരിയ. ഉത്തരം ബിപിൻ ചന്ദ്ര അൻസാരിയ ആണ് കർണാടകയുടെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആര് എന്നതാണ് ചോദ്യം. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം AM ഖാൻവിൽക്കറാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ് പുതിയ ലോക്പാൽ മേധാവിയായി ചുമതലയേറ്റത്. ഇനി കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. കരസേന ഉപമേധാവിയെ ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത് ഇവിടെ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത് ഉത്തരം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത്. അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥാപിതമായത് കൊൽക്കത്തയിൽ. ഇന്ത്യയുടെ പുതിയ നാവിക താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ നാവിക താവളം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ മിനിക്കോയിലുള്ള INS ജഡായുവാണ് പുതിയ നാവിക താവളം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ INS ജഡായുവാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം. അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പുതിയ പരീക്ഷണത്തിൻ്റെ പേര് ഏത് എന്നാണ് ചോദ്യം. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അതിൻ്റെ പരീക്ഷണത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രമാണ് അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പേര്. 5 എന്ന ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ പേര് അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ പേര് അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രമാണ് ഉത്തരം. ഇനി ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ അറിയപ്പെടുന്ന പേര്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ അറിയപ്പെടുന്ന പേര് ദ്വാരക എക്സ്പ്രസ് വേ. ഉത്തരം ദ്വാരക എക്സ്പ്രസ് വേ. രാജ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ അറിയപ്പെടുന്ന പേര് ദ്വാരക എക്സ്പ്രസ് വേ. രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നാണ് ചോദ്യം. രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലാണ്. രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. ഇന്ത്യയിൽ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. ഇനി 2024 ഇറാസ്മസ് പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആര് എന്നാണ് ചോദ്യം. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആര് എന്നതാണ് ചോദ്യം. നെതർലാൻഡിലെ ഇറസ്മാനിയം ഫൗണ്ടേഷൻ നൽകുന്നതാണ് ഇറാസ്മസ് പ്രൈസ്. അത് ലഭിച്ചത് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ
അമിതാഭ് ഘോഷിനാണ് ആ അവാർഡ് ലഭിച്ചത്. റാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. അമിതാഭ് ഘോഷാണ് ഉത്തരം. ഇനി ലോക ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിൽ ആദ്യ ചോദ്യം, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്, അതായത് ബാഫ്റ്റ, മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഓപ്പൺ ഹെയ്മറാണ്. ഓസ്കാറുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രത്തിനാണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ലഭിച്ചത്. ചിത്രത്തിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. നടൻ കിലിയൻ മർഫിയാണ്. തുടങ്ങിയ ഏകദേശം 7 പുരസ്കാരങ്ങൾ ലഭിച്ചതാണ് സിനിമ. പുവർ തിങ്സ് എന്ന സിനിമയിൽ അഭിനയിച്ചത് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏത് എന്ന് ഓർമ്മിച്ച് വെക്കണം. പുവർ തിങ്സ് ആണ് ചിത്രം. പുവർ തിങ്സ് ആണ് ചിത്രം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അമേരിക്കയുടെ ഒഡീസിയസ് ആണ്. അമേരിക്കയുടെ ഒഡീസിയസ് ആണ് ഉത്തരം. അമേരിക്കയുടെ ഒഡീസിയസ്. അങ്ങനെ 71ാമത് വേൾഡ് സൗന്ദര്യ കിരീടം ചൂടിയത്. 71ാമത് വേൾഡ് സുന്ദരി മത്സരത്തിൽ കിരീടം ചൂടിയത്. ഉത്തരം ചെക്ക് റിപ്പബ്ലിക്കിലെ ക്രിസ്റ്റീന പിസ്കോവയാണ് ഉത്തരം. 71ാമത് വേൾഡ് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്, മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ക്രിസ്റ്റീന പ്രിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കാരിയായിട്ടുള്ള ക്രിസ്റ്റീന പ്രിസ്കോവ. 2ാം സ്ഥാനം നേടിയത് ലെബനൻ്റെ യസ്മിന സെയ്മനാണ്. യസ്മിന സെയ്മനാണ് 2ാം സ്ഥാനം. ലോക സുന്ദരി മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് യസ്മിന സെയ്മൻ ആണ്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 40 ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടി ടോപ്പ് 4 ഇടം നേടാൻ കഴിഞ്ഞില്ല. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 പുരസ്കാരങ്ങളായ ഓപ്പൺ ഹൈമറാണ് മുമ്പിലുള്ളത്. മികച്ച ചിത്രം സംവിധായകൻ, അതായത് ക്രിസ്റ്റഫർ നോളൻ നടൻ, കിലിയൻ മർഫി സഹനടൻ, റോബർട്ട് ഡൈനി ജൂനിയർ തുടങ്ങിയ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമറിന് ലഭിച്ചത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ്. അതിലെ മറ്റ് പുരസ്കാരങ്ങൾ മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സ്, സഹനടി ഡിവൈൻ ജോയ് റാൻഡോൾഫ്. ചിത്രം ദ ഹോൾഡോവേഴ്സ് ആണ് ചിത്രം. ഇനി സ്പോർട്സിലേക്കാണ് പോകുന്നത്. ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഏഷ്യൻ ബാഡ്മിൻ്റൺ വനിതാ വിഭാഗം സ്വർണം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. ഏഷ്യൻ വനിതാ വിഭാഗം സ്വർണം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. ഫൈനൽ ഇന്ത്യ തോൽപ്പിച്ചത് തായ്ലൻഡിനെയാണ്. തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇനി 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡിന് ഉടമയായത് ജാൻ നിക്കോൾഫ് ലോഫി ഈറ്റൺ ആണ്. ഉത്തരം ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ. നമീബിയൻ താരമായിട്ടുള്ള ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് ഉടമയായത് ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ ആണ്. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. വനിതാ ക്രിക്കറ്റിലെ അതിവേഗതയേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കൻ താരമായിട്ടുള്ള ഷബ്നീം ഇസ്മായിലാണ് വനിതാ ക്രിക്കറ്റിലെ അതിവേഗ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 132.1 km/h വേഗത്തിലാണ് പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. നമ്മൾ ഓർത്തു വെക്കേണ്ട ചില മരണങ്ങളാണ് പറയുന്നത്. അതിൽ നിസാം റാവുത്തർ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ തിരക്കഥാകൃത്തും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് നിസാം റാവുത്തർ ആണ് തിരക്കഥാകൃത്ത്, ഡോക്യുമെൻ്ററി സംവിധായകൻ. ഇനി ദലിത് ബന്ധു NK ജോസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദലിത് ബന്ധു NK ജോസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദലിത് ബന്ധു NK ജോസ് എന്നാണ്. ദലിത് ബന്ധു NK ജോസ് ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശസ്ത ചരിത്രകാരനാണ് ദലിത് ബന്ധു NK ജോസ്. 95ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. ഇനി സുഹാസിനി ഭട്നഗർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ സിനിമ. ബോളിവുഡ് നടി അല്ലെങ്കിൽ സിനിമാ താരമാണ് സുഹാസിനി ഭട്നഗർ. ബാലതാരമായിട്ടാണ് പ്രശസ്തയായത്. 19 വയസ്സിൽ തന്നെ അവർ അന്തരിക്കേണ്ടത്. മൈക്ക് പ്രോക്ടർ
ബന്ധപ്പെട്ട മേഖല ഏതെന്ന് വെച്ചാൽ ക്രിക്കറ്റാണ്. മൈക്ക് പ്രോക്ടർ ബന്ധപ്പെട്ട മേഖല ക്രിക്കറ്റാണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്നു മൈക്ക് പ്രോക്ടർ. ഇനി വിദ്യാസാഗർ മഹാരാജ് ബന്ധപ്പെട്ട മേഖല വിദ്യാസാഗർ മഹാരാജ് ബന്ധപ്പെട്ട മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈന ആചാര്യനാണ് വിദ്യാസാഗർ മഹാരാജ് ജൈന ആചാര്യനാണ് വിദ്യാസാഗർ മഹാരാജ്. ഇനി ഹാരിയസ് നരിമാൻ ബന്ധപ്പെട്ട മേഖല ഏതെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമാണ്. ഹാരിയസ് നരിമാൻ. അദ്ദേഹം മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ 1991, പത്മവിഭൂഷൺ 2007 പുരസ്കാര ജേതാവുമാണ് ഹാരിയസ് നരിമാൻ. ഇനി വാഴയങ്കട വിജയൻ 83 വയസ്സിൽ ജനിക്കുകയുണ്ടായി. വാഴയങ്കട വിജയൻ ബന്ധപ്പെട്ട മേഖല കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ്. അതുപോലെ തന്നെ കഥകളി ആചാര്യനും കൂടിയാണ് വാഴയങ്കട വിജയൻ. അത് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. കഥകളി ആചാര്യനാണ് വാഴയങ്കട വിജയൻ. അദ്ദേഹം കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ കൂടിയാണ് വാഴയങ്കട വിജയൻ. കുമാർ സാഹ്നി ബന്ധപ്പെട്ട മേഖല പ്രശസ്ത സിനിമാ സംവിധായകനാണ് കുമാർ സാഹ്നി ബന്ധപ്പെട്ട മേഖല പ്രശസ്ത സിനിമാ സംവിധായകനാണ് കുമാർ സാഹ്നി. ഇത്രയുമാണ് മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട പ്രധാന കറണ്ട് അഫയേഴ്സ്. ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. കേരളവുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ വിഭാഗത്തെ ആദ്യത്തെ 2023 വർഷത്തെ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. 2024, അതായത് 2023 അവാർഡാണ് 2024 കൊടുക്കുന്നത്. 2024 രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചവർക്ക് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡാണ് രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചവർക്ക് എന്നതാണ് ആദ്യ ചോദ്യം. സുരേന്ദ്രൻ നായർക്കാണ് ഇപ്രാവശ്യത്തെ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി ചുമതല ഏറ്റത് ആര് എന്നതാണ് ചോദ്യം. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി ചുമതല ഏറ്റത് ആര് എന്നതാണ് ചോദ്യം. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി ചുമതല ഏറ്റത് ആര് എന്നതാണ് ചോദ്യം. വിനീത് എം കാർട്ടിയാണ് ഉത്തരം. വിനീത് എം കാർട്ടിയാണ് ഏഴിമല നാവിക അക്കാദമി വൈസ് അഡ്മിറൽ ആയി ചുമതലയേറ്റത്. വിനീത് എം കാർട്ടി. ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് അർഹരായത് ആരെല്ലാം എന്നാണ് ചോദ്യം. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് അർഹരായത് ആരെല്ലാം എന്നാണ് ചോദ്യം. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് അർഹരായത് ആരെല്ലാം എന്നതാണ് ചോദ്യം. കേരള സർവകലാശാല പ്രൊഫസറായിരുന്ന ഡോക്ടർ അച്യുത് ശങ്കറാണ് ഒരാൾ. അദ്ദേഹം കേരള സർവകലാശാല പ്രൊഫസറാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജി അമൃത് കുമാറാണ് മറ്റൊരാൾ. അമൃത് കുമാറും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമൃത് കുമാറും അതുപോലെ തന്നെ കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കറുമാണ് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്ന പുരസ്കാരങ്ങൾക്ക് അർഹമായത്. ഇനി കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ ചോദ്യം പറയാം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ച സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏത് എന്നാണ് ചോദ്യം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ പർവ്വതാരോഹനായ മലയാളി ആര് എന്നാണ് ചോദ്യം. ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ഉത്തരം. ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ഉത്തരം. പത്മ പുരസ്കാരങ്ങൾ നേടിയ മലയാളികളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. പത്മ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ ആരെല്ലാം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം പത്മ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കാണ് മരണാനന്തരം പത്മ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ ഒ രാജഗോപാൽ അതുപോലെ തന്നെ ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ ലഭിക്കേണ്ടത്. ഒ രാജഗോപാൽ ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ. ഒ രാജഗോപാലും ഉഷ ഉതുപ്പും പത്മഭൂഷണാണ്. ചിത്ര നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്
പുത്രൻ നമ്പൂതിരി, അതുപോലെ തന്നെ നാരായണ പ്രസാദ്, EP നാരായണൻ, അതുപോലെ തന്നെ അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി, അതുപോലെ തന്നെ സദനം ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ സത്യനാരായണ ബളേരി എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരൻ ആര് എന്നതാണ് ചോദ്യം. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. അതുപോലെ തന്നെ കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ട്. കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ട്. കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ട്. കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ടും അതുപോലെ തന്നെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനും. സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനും അതുപോലെ തന്നെ കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മാടപ്പാട്ട്. ഇനി ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ച മുൻ മന്ത്രി ആര് എന്നതാണ് ചോദ്യം. ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ച മുൻ മന്ത്രി, ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ച മുൻ മന്ത്രി ആര് എന്നതാണ് ചോദ്യം. ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ച മുൻ മന്ത്രി ആര് എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം CV പത്മരാജനാണ്. CV പത്മരാജനാണ് ഉത്തരം. CV പത്മരാജനാണ് ഉത്തരം. ഇനി 2023 ലോക്മത്ത് പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്നാണ്. 2023 ലോക്മത്ത് പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്നാണ് ചോദ്യം. 2023 ലോക്മത്ത് പുരസ്കാരം, അതായത് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള പുരസ്കാരമാണ് ലോക്മത്ത് പുരസ്കാരം. ആ ലോക്മത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഉത്തരം ജോൺ ബ്രിട്ടാസ് MP ആണ് ഉത്തരം. ജോൺ ബ്രിട്ടാസ് MP ആണ് ലോക്മത്ത് പുരസ്കാരം ലഭിച്ചത്. മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം, നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ് MP. ഇനി അടുത്ത ചോദ്യം, ലോൺലി പ്ലാനറ്റ്, ലോകത്ത് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത ബീച്ച് ഏത് എന്നാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ പറയാം. ലോൺലി പ്ലാനറ്റ്, ലോൺലി പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ്. ആ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ട് ഏത് ബീച്ച് എന്നതാണ് ചോദ്യം. ഇത് വർക്കല പാപനാശം ബീച്ചാണ്. വർക്കല പാപനാശം ബീച്ചാണ് ലോകത്ത് കണ്ടിരിക്കേണ്ട 100 ബീച്ചുകളിൽ ഒന്നായിട്ട് ലോൺലി പ്ലാനറ്റ് തിരഞ്ഞെടുത്തത്. ലോൺലി പ്ലാനറ്റ് തിരഞ്ഞെടുത്തത് വർക്കല പാപനാശം ബീച്ചാണ്. ഇനി ഫിദെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി, ഫിദെ ചെസ് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ മലയാളി, ഫിദെ ചെസ് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ മലയാളി ആര് എന്നാണ് ചോദ്യം. ഫിദെ ചെസ് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ മലയാളി ആര് എന്നതാണ് ചോദ്യം. SL നാരായണനാണ്. SL നാരായണനാണ് ഫിദെ ചെസ് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ മലയാളി. SL നാരായണനാണ് ഫിദെ ചെസ് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ മലയാളി. ഇനി കേരളവുമായി ബന്ധപ്പെട്ട ചില വിടവാങ്ങലുകളാണ് ചോദ്യമായി പറയുന്നത്. അതിൽ NK കുട്ടിക്കൃഷ്ണപിള്ള, അടുത്ത കാലത്ത് വന്നിരിക്കേണ്ട NK കുട്ടിക്കൃഷ്ണപിള്ള ബന്ധപ്പെട്ട മേഖല ഏത് എന്നാണ് ചോദ്യം. NK കുട്ടിക്കൃഷ്ണപിള്ള ബന്ധപ്പെട്ട മേഖല ഏത് എന്നതാണ് ചോദ്യം. അദ്ദേഹം കവിയും നിരൂപകനുമായിരുന്നു. NK ദേശം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കവി നിരൂപകൻ എന്നീ നിലകളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. NK ദേശം എന്ന പേരിലാണ്, തുല്യനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് N കുട്ടിക്കൃഷ്ണപിള്ള. ദത്താജി റാവു ഗൈക്വാദ്, ദത്താജി റാവു ഗൈക്വാദ് ബന്ധപ്പെട്ട മേഖല ഏത്. ദത്താവു റാവു ഗൈക്വാദ്, ദത്താവു റാവു ഗൈക്വാദ് ബന്ധപ്പെട്ട മേഖല ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ക്രിക്കറ്റാണ്. അദ്ദേഹം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയാണ് ദത്താവു ഗൈക്വാദ്. ദത്താവു ഗൈക്വാദ് ബന്ധപ്പെട്ട മേഖല ക്രിക്കറ്റാണ് ഉത്തരം. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവായ എഴുത്തുകാരി KB ശ്രീദേവിയാണ് അന്തരിക്കേണ്ടത്. KB ശ്രീദേവിയാണ് കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ എഴുത്തുകാരി KB ശ്രീദേവി. KJ ജോയ് ബന്ധപ്പെട്ട മേഖല പ്രശസ്ത സംഗീത സംവിധായകനാണ് KJ ജോയ്. പ്രശസ്ത സംഗീത സംവിധായകനാണ് KJ ജോയ്. KK ഉണ്ണീരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനി. KK ഉണ്ണീരി സ്വാതന്ത്ര്യ സമര സേനാനി. ഭവതാരിണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഗായികയാണ്. ഭവതാരിണി ഇളയരാജയുടെ മകളും ഗായികയുമാണ് ഭവതാരിണി. ഭവതാരിണിയും അടുത്തിടയ്ക്ക് അന്തരിക്കേണ്ടത്. ഇനി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് പറയുന്നത്. അതിൽ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ഭാരതരത്ന ബഹുമതി നേടിയ
മുൻ ബീഹാർ മുഖ്യമന്ത്രി ആര് എന്നതാണ് ചോദ്യം. ഭാരതരത്ന ബഹുമതി നേടിയ മുൻ ബീഹാർ മുഖ്യമന്ത്രി ആര് എന്നതാണ് ചോദ്യം. ഭാരതരത്ന അവാർഡ് നേടിയ മുൻ ബീഹാർ മുഖ്യമന്ത്രി ആര് എന്നതാണ് ചോദ്യം. കർപ്പൂരി ഠാക്കൂറാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രി ആണ്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് നേതാവും കൂടിയാണ് കർപ്പൂരി ഠാക്കൂർ. കർപ്പൂരി ഠാക്കൂറാണ് ഭാരതരത്ന നേടിയ മുൻ ബീഹാർ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് നേതാവ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ചോദ്യത്തിന് പ്രകാരം രാജ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതുവാണ്. മുംബൈയിലെ അടൽ സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പാലമാണ്. മുംബൈയിലെ അടൽ സേതു പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് മുംബൈയിലെ അടൽ സേതു. അത് 21.8 കിലോമീറ്റർ നീളമാണ്. പാലത്തിൽ 16.8 കിലോമീറ്റർ കടലിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. 21.8 കിലോമീറ്റർ നീളമുള്ള പാലം 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെ പോകുന്ന പാലം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് അടൽ സേതു. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ഏത് എന്നാണ് ചോദ്യം. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ഉത്തരം. ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ഉത്തരം. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഏത് എന്നാണ് ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ്റെ പേര്. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഹെവി ഷുവർ. ഹെവി ഷുവർ ആണ് വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുവർ. ഹെവി ഷുവർ ആണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഹെവി ഷുവർ. ഇനി കരസേനയിലെ ആദ്യ വനിതാ മേജർ സുബേദാർ റാങ്ക് കരസ്ഥമാക്കിയത് ആര് എന്നാണ് ചോദ്യം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനിയാണ് പ്രീതി രജക്. പ്രീതി രജക്കാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പദവി ലഭിക്കുന്നത്. പ്രീതി രജക്കാണ് മധ്യപ്രദേശ് സ്വദേശിനിയാണ് പ്രീതി രജക്ക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ബഹുമതി ലഭിച്ചത് പ്രീതി രജക്. പ്രീതി രജക്കാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പദവി ലഭിച്ചത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ ചെയർപേഴ്സണായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. ട്രായുടെ ചെയർപേഴ്സണായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി നിയമിതനായ ആര് എന്നതാണ് ഉത്തരം. അനിൽകുമാർ ലഹോട്ടി. അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായുടെ ചെയർപേഴ്സണായി നിയമിതനായത്. അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായുടെ ചെയർപേഴ്സണായി നിയമിതനായത്. പ്രധാനമായും ഭാരതരത്ന നേടിയ ആൾക്കാരുടെ പേരാണ് നമ്മൾ ഓർമ്മിച്ചു വെക്കുന്നത്. അതിൽ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി. മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിക്കാണ് ഭാരതരത്ന കൊടുത്തത്. അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവുവിനും ഭാരതരത്ന കൊടുക്കേണ്ടായി. അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗിനാണ് അടുത്തത് ഭാരതരത്ന. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥനും ഭാരതരത്ന നൽകുകയുണ്ടായി. ഇനി ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും ഭാരതരത്ന ഉൾപ്പെടെ 5 പേർക്കാണ് ഭാരതരത്ന ഇപ്രാവശ്യത്തെ ഭാരതരത്ന ലഭിച്ചത്. പ്രധാനമായിട്ടും 5 പേർക്കാണ്. അത് എൽ കെ അദ്വാനി, അതുപോലെ തന്നെ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, അതുപോലെ തന്നെ കർപ്പൂരി ഠാക്കൂർ. ഈ 5 പേർക്കാണ് ഭാരതരത്ന നൽകിയിരിക്കുന്നത്. ചോദ്യം: ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഡൽഹിയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ക്ഷയരോഗ നിവാരണത്തിനുള്ള അവാർഡ് നേടിയത് കേരളമാണ്. അതുകൊണ്ട് ദേശീയ കുടുംബക്ഷേമ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പുരസ്കാരമായ സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് മികച്ച രീതിയിൽ ഉപയോഗിപ്പിച്ചതിനാണ് പുരസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി പൊതു സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി പൊതു സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി പൊതു സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യ. അടുത്തത് ലോക ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്.
ആദ്യത്തെ ചോദ്യം, ചേർചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടന്നത് എവിടെ എന്നാണ് ചോദ്യം. ചേർചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടന്നത് എവിടെ എന്നാണ് ചോദ്യം. ചേർചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയായത് ഏത് എന്ന് ചോദിച്ചാൽ ഉഗാണ്ടയിലെ കമ്പാലയാണ് വേദി. ഉഗാണ്ടയിലെ കമ്പാലയാണ് 19ാമത് ചേർചേര പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടി നടന്നത്. ഉഗാണ്ടയിലെ കമ്പാലയാണ് ചേർചേര പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടി നടന്നത്. ഇനി 75ാമത് എമ്മി പുരസ്കാരങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. 75ാമത് എമ്മി പുരസ്കാരങ്ങൾ. ഇതിൽ മികച്ച കോമഡി പരമ്പര ദ ബെയർ. മികച്ച കോമഡി പരമ്പരയ്ക്കുള്ള പുരസ്കാരം ദ ബെയർ ആണ്. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ. മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ. മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്. ജെറമി അലൻ വൈറ്റ് ആണ് മികച്ച നടൻ കോമഡി. മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്. മികച്ച നടി കോമഡി ലിൻഡ ബ്രൺസൺ ആണ് മികച്ച നടി കോമഡി. ഇനി മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കിൻ. ഇനി മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കിൻ. മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കിൻ. മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക്. മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക്. മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക്. ഇനി അടുത്തത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ദിസ് മൊമെൻറ്റ് എന്ന ഫ്യൂഷൻ ബ്രാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ദിസ് മൊമെൻറ്റ് എന്ന് ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബം. ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് പുഷ്തോ എന്ന ഗാനത്തിനാണ്. പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കാണ് അവാർഡ് ലഭിച്ചത്. പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കാണ് അവാർഡ് ലഭിച്ചത്. രാകേഷ് ചൗരസിക്കാണ് അവാർഡ് ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് രാകേഷ് ചൗരസ്യ. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് രാകേഷ് ചൗരസ്യ. അദ്ദേഹത്തിന് പുഷ്തോ എന്ന ഗാനത്തിനാണ് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര് എന്നാണ് ചോദ്യം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഒലഗ് കൊനോനെൻകോ. ഒലഗ് കൊനോനെൻകോ. അദ്ദേഹം ഏകദേശം 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ഒലഗ് കൊനോനെൻകോ ചെലവഴിച്ചത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ജപ്പാനാണ്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മ്യൂൺ സ്നെപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിലിറങ്ങിയത്. സ്ലിം മൂൺ സ്നെപ്പർ എന്നതാണ് ജപ്പാന്റെ പേടകം. ചന്ദ്രനിലിറങ്ങിയ പേടകത്തിന് പേര് സ്ലിം മൂൺ സ്നെപ്പർ. സ്ലിം മൂൺ സ്നെപ്പറാണ് ജപ്പാന്റെ ചന്ദ്രനിലിറങ്ങിയ പേടകത്തിന്റെ പേര്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. അതിനുത്തരം അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ ആയ വായിൽ അൽ ദഹ്ദൂദിനാണ് കേരള മീഡിയ അക്കാദമിയുടെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. വായിൽ അൽ ദഹ്ദൂൻ. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോ ലിങ്ക്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പറ്റി പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് ആണ് ഉപഗ്രഹം. ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലൻഡ്.
ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലൻഡ്സ്. ഫൈനൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെന്റിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത്. ഇനി സാഫ് അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായി. സാഫ് അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായിട്ട്. സാഫ് അണ്ടർ 90 വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കൾ. ഇനി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷാണ്. ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള ജയ്ഷാണ്. ICCയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിൽ 1ാം സ്ഥാനത്തുള്ള താരം. ICCയുടെ ടെസ്റ്റ് റാങ്കിംഗ് ബൗളിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള താരം ജസ്പ്രീത് ബുംറയാണ് ബൗളിംഗ് റാങ്കിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ താരം. ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റ്, അതായത് T20, ടെസ്റ്റ്, ഏകദിനം എന്നീ 3 ഫോർമാറ്റിലും ബൗളിംഗ് റാങ്കിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരം കൂടിയാണ് ജസ്പ്രീത് ബുംറ. അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് തോൽപ്പിച്ചത് ഇന്ത്യയെ. അണ്ടർ 19 ലോകകപ്പ് കിരീടം ചൂടിയത് ഓസ്ട്രേലിയയാണ് തോൽപ്പിച്ചത് ഇന്ത്യയെ. ഇനി ടെന്നീസിൽ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരനായ ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ. 43ാം വയസ്സിലാണ് രോഹൻ ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് നേട്ടം കൈവരിച്ചത്. രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായ ഇന്ത്യൻ താരം. ഇനി ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. ബൊപ്പണ്ണയാണ് നേടിയത്. ഒരു T20 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ താരം എന്ന ബഹുമതിക്ക് അർഹനായത് കിവീസ് താരം, ന്യൂസിലൻഡ് താരമായിട്ടുള്ള ഫിൻ അലൻ ആണ്. അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുൽ നസാനിക്കൊപ്പമെത്തി അദ്ദേഹം പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. അദ്ദേഹം നേടിയത്. കിവീസ് താരമായ ഫിൻ അലൻ. ഇനി 2023 ഏറ്റവും നല്ല ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് വളരെയധികം പ്രതീക്ഷിക്കുന്നതിന് ലയണൽ മെസ്സിക്ക് തന്നെയാണ്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. സ്പാനിഷ് താരമാണ് ഐറ്റിന. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ബഹുമതി പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ പുരസ്കാരം ലഭിച്ചത് ശുഭ്മാൻ ഗില്ലാണ് BCCIയുടെ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരമാണ് ശുഭ്മാൻ ഗില്ലിന് ലഭിച്ചത്. ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് രവിശാസ്ത്രി, ഫറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹനായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ T20 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും ലഭിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ T20 താരത്തിനുള്ള അവാർഡ് 2ാം തവണയും സ്വന്തമാക്കിയത് സൂര്യകുമാർ യാദവാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച T20 താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സൂര്യകുമാർ യാദവിനാണ്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഇപ്പോഴും വിരാട് കോഹ്ലി തന്നെയാണ്. മികച്ച T20 താരം സൂര്യകുമാർ യാദവ് ആണ്. ഓസ്ട്രേലിയൻ താരം പാറ്റ് കമിൻസ് ആണ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഷ് പുരസ്കാരത്തിന് അർഹനായത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആണ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഷ് പുരസ്കാരത്തിന് അർഹനായത്. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. മികച്ച ടെസ്റ്റ് താരം. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. ഒന്നുകൂടി പറയാം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏറ്റവും മികച്ച T20 താരം 2ാം തവണയും നേടിയ സൂര്യകുമാർ യാദവാണ്. മികച്ച ഏകദിന താരം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി തന്നെയാണ്. അതുപോലെ തന്നെ മികച്ച താരത്തിനുള്ള ഗാരി സോബേഷ് പുരസ്കാരം ലഭിച്ചത് പാറ്റ് കമിൻസ്, ഓസ്ട്രേലിയൻ താരം. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് യാനിക് സിൻവർ
യാനിക് സിന്നറാണ്. യാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് യാനിക് സിന്നർ. ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. വനിതാ കിരീടം നേടിയത് ബെലാറസിൻ്റെ ആര്യാന സബലേങ്ക. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് ആര്യാന സബലേങ്കയാണ് വനിതാ കിരീടം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ. അതുപോലെ തന്നെ വനിതാ കിരീടം നേടിയത് ബെലാറസിൻ്റെ ആര്യാന സബലേങ്കയാണ്. ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ്. ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പരമാവധി കറണ്ട് അഫയേഴ്സ് ഞാൻ സമാഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത് ആര് എന്നതാണ് ചോദ്യം. എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത് ആർക്ക് എന്നതാണ് ചോദ്യം. ഉത്തരം ശശി തരൂർ എം പിയാണ്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ റേഷൻ കടകളിലൂടെ ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന കേരള സംസ്ഥാന സർക്കാർ പദ്ധതി. ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സുജലമാണ് ആ പദ്ധതി. സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ സംസ്ഥാന സർക്കാർ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. ഇനി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജറായി മേധാവിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. അതിനുത്തരം ഡോക്ടർ മനീഷ് തപ്ലിയാൽ ആണ് ഉത്തരം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മേധാവിയായി ചുമതലയേറ്റത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ മേധാവിയായി ചുമതലയേറ്റ മലയാളി ആര് എന്നതാണ് ചോദ്യം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ മാനേജറായി ചുമതലയേറ്റ മലയാളി ആര് എന്നതാണ് ചോദ്യം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ മേധാവിയായി ചുമതലയേറ്റ മലയാളി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം MR വിജിയാണ്. MR വിജിയാണ് തിരുവനന്തപുരം ഡിവിഷണൽ അഡീഷണൽ മേധാവിയായി ചുമതലയേറ്റ മലയാളി. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച കർണാടക സംഗീതജ്ഞൻ ആര് എന്നതാണ് ചോദ്യം. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച കർണാടക സംഗീതജ്ഞൻ ആര്? സാംസ്കാരിക വകുപ്പാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ആര് എന്നതാണ് ചോദ്യം. PR കുമാര സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. PR കുമാരവർമ്മയ്ക്കാണ് സ്വാതി സംഗീത പുരസ്കാരം ഇത് ഏർപ്പെടുത്തുന്നത് സാംസ്കാരിക. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ ജില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായിട്ടുള്ളത് കണ്ണൂർ ജില്ലയാണ്. 2023 ഓടക്കുഴൽ അവാർഡ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്നതാണ് ഓടക്കുഴൽ അവാർഡ്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ അടുത്ത കാലത്ത് വിരമിക്കുകയുണ്ടായി. വനിതാ ന്യൂസ് റീഡറുടെ പേര് ആദ്യകാല വനിതാ ന്യൂസ് റീഡറായിരുന്ന അടുത്ത കാലത്ത് വിരമിച്ച വനിതാ ന്യൂസ് റീഡർ ആര് എന്നതാണ് ചോദ്യം. വിരമിച്ച വനിതാ ന്യൂസ് റീഡർ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഹേമലതയാണ് ഉത്തരം. ദൂരദർശനിൽ നിന്നും അടുത്ത കാലത്ത് വിരമിച്ച വനിതാ ന്യൂസ് റീഡർ മലയാളിയായ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. ഇനി 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരി.
16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗിരി. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗിരി. അടുത്തത് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആര് എന്നതാണ് ചോദ്യം. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആര് എന്നതാണ് ചോദ്യം. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം BR ഗവായി ആണ് ഉത്തരം. ഉത്തരം BR ഗവായി. BR ഗവായി ആണ് ഉത്തരം. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലിൻ്റെ പേര്. 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 ഉത്തരം സമർ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലാണ് സമർ. ഉത്തരം സമർ ആണ് ഉത്തരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലിൻ്റെ പേര് സമർ. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാലാണ്. INS ഇംഫാലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലിൻ്റെ പേര് INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS ഇംഫാൽ. ഇനി ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത്. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത്. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത്. നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ദിനേശ് കെ ത്രിപാഠി. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇനി മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP. മഹാരാഷ്ട്രയിൽ ആദ്യ വനിതാ DGP ആയി നിയമിതനായത്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി നിയമിതയായത് ആര് എന്നാണ് ചോദ്യം. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആയി നിയമിതയായത് ആര് എന്നാണ് ചോദ്യം. രശ്മി ശുക്ല. ഉത്തരം രശ്മി ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP. രശ്മി ശുക്ല. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP രശ്മി ശുക്ല. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കെല്ലാം എന്നാണ്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. അതിലൊന്ന് അലി അബു അവാദും സംഗീത സംവിധായകനായിട്ടുള്ള ഡാനിയൽ ബെരേൻ ബ്രോയിമിൻ. 2 പേരുടെ പേരാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഒന്ന് അലി അബു അവാദ്, അതുപോലെ സംഗീത സംവിധായകൻ ഡാനിയൽ ബെരേൻ ബ്രോയിമിൻ. ഡാനിയൽ ബെരേൻ ബ്രോയിമിനും അലി അബു അവാദ് എന്നിവർക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അലി അബു അവാദ്, അതുപോലെ സംഗീത സംവിധായകൻ ഡാനിയൽ ബെരേൻ ബോയിമിൻ എന്നീ 2 പേർക്കാണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇൻ്റർനാഷണൽ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിലാദ്യ ചോദ്യം, ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായി ചേർന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ബ്രിക്സിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ബ്രിക്സിൽ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏത്, അതായത് ബ്രിക്സിൽ സ്ഥിരാംഗങ്ങളല്ലാത്ത രാജ്യം ഏത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഇത് പഠിക്കേണ്ടത്. ബ്രിക്സിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ്. ഒന്ന് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ബ്രിക്സിൽ പുതുതായിട്ടുള്ള സ്ഥിരാംഗങ്ങൾ. ബ്രിക്സിൽ ഇനി സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്നത് ദുബായാണ്. സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ദുബായാണ്. സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ദുബായ്. ഇനി അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്, ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ചത്. ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ചത്. ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് പുരസ്കാരം ലഭിച്ചത് ദുബായ്ക്കാണ്. ട്രിപ്പ് അഡ്വൈസർ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ചത് ദുബായ്ക്കാണ്. അതായത് ദുബായ് ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമാണ് ട്രിപ്പ് അഡ്വൈസർ. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമാണ് ട്രിപ്പ് അഡ്വൈസർ. ആ ട്രിപ്പ് അഡ്വൈസറിൻ്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ചത് ദുബായ്ക്കാണ്.
ഇനി പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ആര് എന്നതാണ് ചോദ്യം. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ആര് എന്നതാണ് ചോദ്യം. അതിനുത്തരം ഡോക്ടർ സവേര പർക്കാശ്. ഡോക്ടർ സവേര പർക്കാശ് ആണ് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ചത്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമയാണ് ഓപ്പൺ ഹെയ്മർ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ചതാണ് ഓപ്പൺ ഹെയ്മർ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമയാണ് ഓപ്പൺ ഹെയ്മർ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ 5 പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹെയ്മർ. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റഫർ നോളനാണ്. ഓപ്പൺ ഹെയ്മർ സംവിധാനം ചെയ്ത് ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹെയ്മർ സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർക്കണം. ഇനി ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആര് എന്നതാണ് ചോദ്യം. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ഗബ്രിയേൽ അത്താനാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ഇനി സ്പോർട്സിലേക്കാണ് പോകുന്നത്. അതിലാദ്യത്തെ ചോദ്യം, 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലിയാണ് 2023 പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം ലഭിച്ചത്. വിരാട് കോഹ്ലി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 2024 ഭാഗ്യചിഹ്നം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വീരമംഗ് വേലു നാച്ചിയാറാണ് ഉത്തരം. വീരമംഗ് വേലു നാച്ചിയാറാണ് ഉത്തരം. ഇനി അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ആര് എന്നതാണ് ചോദ്യം. അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ആര് എന്നതാണ് ചോദ്യം. അതിനുത്തരം ഡീൻ എൽഗാർ ആണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ഡീൻ എൽഗാർ. ഇനി ഏറ്റവും അവസാനമായിട്ട് അന്തരിച്ച നിര്യാതരായിട്ടുള്ള ചില ആളുകളെയാണ് ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഉസ്താദ് റാഷിദ് ഖാൻ ബന്ധപ്പെട്ട മേഖല വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പത്മഭൂഷൺ ജേതാവുമാണ് ഉസ്താദ് റാഷിദ് ഖാൻ അടുത്ത കാലത്ത് അന്തരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചോദ്യം പഠിക്കണം. അദ്ദേഹം പത്മഭൂഷൺ ജേതാവാണ്. അതുപോലെ തന്നെ വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ കൂടിയാണ് ഉസ്താദ് റാഷിദ് ഖാൻ. ഇനി ഫ്രാൻസ് ബെക്കൻ ബോവർ ബന്ധപ്പെട്ട മേഖല ഏത് എന്നാണ് ചോദ്യം. ഫ്രാൻസ് ബെക്കൻ ബോവർ ബന്ധപ്പെട്ട മേഖല ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമാണ്. ഫ്രാൻസ് ബെക്കൻ ബോവർ എന്നത് ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസ താരമാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ. ഇത്രയുമാണ് ജനുവരി മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി.